നമസ്കാരം. ആദ്യമായി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ന് നിനക്ക് പ്രിയപ്പെട്ടവൻ്റെ 3-ാം ഭാഗം. അമ്പിളി ചുറ്റും നോക്കി. പിന്നെയും ഒരു 3-4 തവണ കൂടി. ചെളയിൽ മുങ്ങി വന്ന ഏട്ടൻ പഴയകാല നസർ സിനിമയിലെ പാട്ടുപാടി അത് കഴുകിക്കളയുകയാണ്. അമ്മ ഏട്ടന് ചായ എടുത്തു വയ്ക്കുന്നതിലെങ്കിലും പലയിടങ്ങളിലായി പടർന്നു കിടക്കുന്ന വള്ളികളിൽ വെണ്മ തൂവി നിൽക്കുന്ന ഈ പൂക്കളെ ഞാനിന്ന് അടർത്തിയെടുത്ത് മാല കോർക്കും. മുല്ലപ്പടർപ്പുകളിൽ വിടർന്നു നിന്ന ഓരോ മുല്ലപ്പൂക്കളെയും മൃദുവായി അവയ്ക്ക് നോവേൽക്കാതെ അവൾ അടർത്തിയെടുത്തു. ചേമ്പിലകളിൽ നിന്നും തുളുമ്പി വീണ പൂക്കളുമായി അമ്പിളി മുറയിൽ വന്നിരുന്ന് പൂക്കൾ കോർക്കാൻ തുടങ്ങി. അകത്തെ ഏട്ടൻ കസേര മേശക്കരികിലേക്ക് വലിച്ചിടുന്ന ശബ്ദം. ചായ കുടിക്കാൻ ഇരിക്കാവും. ഓരോ പൂവും അവളുടെ മനോഹര വിരലുകളിൽ നൂലാൽ കോർക്കപ്പെട്ടു. ഇതെന്താ അമ്പിളി ഞാനിനി കാണണേ? അവൻ കണ്ടാലുണ്ടല്ലോ പിന്നെ ഒന്നും പറയണ്ട. അമ്പിളി മിണ്ടാതെ ഇരുന്ന് ശ്രദ്ധ മുഴുവൻ മാല കോർക്കുന്നതിൽ മുഴുകിപ്പോയി. ഞാനീ വാതിൽ ചാരിയിടാം. ശ്രീദേവി അമ്പിളിയെ രക്ഷിക്കാൻ ഒരു മുൻകരുതലെടുത്തു. അവൻ്റെ ചെടികളിലോ പൂക്കളിലോ ആരും കൈകൾ കെടുത്തുന്നത് ഇഷ്ടമേ അല്ല. ഒരു ദിവസം കപ്പപ്പുഴുക്കിനൊപ്പം ഇത്തിരി ചമ്മന്തി അരയ്ക്കാൻ കുറച്ച് കാന്താരിമുളകൾ പൊട്ടിച്ചതിന് സത്യാഗ്രഹം നടത്തിയവനാണ്. അവൻ്റെ മുല്ലച്ചെടിയിൽ ഉച്ചവരുടെ ആയാൽ പോലും കരങ്ങൾ കവർന്നെടുത്തെറിഞ്ഞാൽ നിരാഹാരം ആയിരിക്കും ഇനി ഉണ്ടാവുക. വാതിൽ ചാരിയിട്ട് ശ്രീദേവി അപ്പുറത്തേക്ക് പോയി. ചായ കൂടി കഴിഞ്ഞ് ഏട്ടൻ വരമ്പിലേക്ക് പോയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അമ്പിളി മുറിക്ക് പുറത്തിറങ്ങിയത്. തൊടിയിലെ വാഴയിലയിൽ നിന്നും തുഞ്ചൊന്ന് കീറിയെടുത്ത് അതിൽ മുല്ലമാല വെച്ച് മാലയ്ക്ക് വേദനിക്കാതെ ഇലയുടെ ഒരരിക് മേലെ അമർത്തിപ്പിടിച്ച് കാവിലേക്കുള്ള വഴിയിലേക്ക് മന്ദം നടന്നു. കാവും കടന്ന് നേരെ കയറി ചെല്ലുന്ന ശിവക്ഷേത്രത്തിന്റെ പുറത്തുള്ള അമ്പലക്കുളത്തിനടുത്തുള്ള ഇടവഴിയിലൂടെ വേണം അപ്പുവേട്ടന്റെ വീട്ടിൽ ചെല്ലാൻ. പോകും വഴി വിജനമായ ഒരു പുൽപ്രദേശമുണ്ട്. അവിടെ വെച്ചായിരുന്നു അവരുടെ പ്രണയലേഖനങ്ങൾ കൈമാറിയിരുന്നത്. നടന്ന് അമ്പലക്കുളത്തിനരികിൽ ചെന്ന് നിന്ന് കുളത്തിലേക്ക് എത്തി നോക്കി. ഇവിടെയാണ് തൻ്റെ അപ്പുവേട്ടൻ താണു പോയത്. കയ്യിലെ മുല്ലമാല അവൾ നോക്കി ദീർഘമായി ശ്വസിച്ചു. പിന്നെ ഒരു ആത്മസംതൃപ്തി കൈവന്നു. അപ്പുവേട്ടൻ്റെ സഹോദരി മണിക്കുട്ടിക്കാണ് ഞാൻ ഈ മാല കൊടുക്കുവാൻ പോകുന്നത്. പക്ഷേ കുളത്തിൽ ആകാശത്തിൽ ഉറഞ്ഞുകൂടിയിരുന്ന വെളുത്ത മേഘക്കൂട്ടങ്ങളെ പരന്നു കിടന്ന ജലാശയത്തിലേക്ക് പെട്ടെന്ന് അവൾ നോക്കി. ഒന്നുകൂടി അതിനരികിൽ ചെന്ന് നിന്ന് നോക്കണമെന്ന് അവൾക്ക് തോന്നി. കുളത്തിന് ചുറ്റും കെട്ടിപ്പടുത്തുയർത്തിയ കൈവരികളിൽ പിടിച്ചു നിന്ന് അമ്പിളി താഴേക്ക് നോക്കി. തന്നെ ഉറ്റുനോക്കി തൻ്റെ തന്നെ പ്രതിബിംബം. അവളുടെ സൗന്ദര്യം തെളിഞ്ഞ നീരുറവയിൽ നോക്കി രസിച്ചു. വെള്ളത്തിന്റെ പ്രതലത്തിൽ ഗഗനത്തിലെ മഴവില്ലുകൾ വിസ്മയം തീർക്കുന്നത് അവൾ കണ്ടു. അമ്പിളി! ദയനീയമായ ഒരു വിളി ഉയർന്നു. അമ്പിളി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ദൂരെ അമ്പലത്തിൽ വഴിപാട് കൗണ്ടറിൽ കുറച്ചുപേർ വരിവരിയായി നിൽക്കുന്നുണ്ട്. അവരുടെ സംഭാഷണങ്ങളോ വിളിയോ ഇങ്ങോട്ട് കേൾക്കില്ല. പിന്നെയും ആ വിളി ഉയർന്നു. അവൾ വെള്ളത്തിലേക്ക് നോക്കി. ജലത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ആ ശബ്ദം പുറപ്പെട്ടത്. അത് തന്റെ അപ്പുവേട്ടന്റെ സ്വരമല്ലേ? അതെ എന്നവൾ ഉറപ്പിച്ചു. അപ്പുവേട്ടാ! കുളത്തിലേക്ക് നോക്കി അവൾ മറുപടി അയച്ചു. അമ്പിളി, എനിക്കിവിടെ കിടന്നു മടുത്തു. ശ്വാസം മുട്ടിയിട്ട് വയ്യ. എന്തൊരു വീർപ്പുമുട്ടലാണ് ഇവിടെ. എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കുമോ? അപ്പുവേട്ടൻ ഇങ്ങോട്ട് കയറി വാ. ഞാൻ മണിക്കുട്ടിക്ക് മുല്ലമാലയുമായി പോകായിരുന്നു. ഇതിലെ അന്നൊരു ദിവസം നീ പോയപ്പോഴും ഞാൻ വിളിച്ചതാ. നീ കേട്ടില്ല. ഞാൻ അറിഞ്ഞില്ല അപ്പുവേട്ടാ. നീ വന്നോന്ന് എന്നെ പിടിച്ചു ചേർത്തോ. എൻ്റെ 2 കാലും ചെളിയിൽ ആഴ്ന്നുപോയി. അതിന് ഈ കുളത്തിൽ ചെളിയുണ്ടോ? ഇവിടെ മുഴുവൻ പണ്ട് തോടും പാടവും ഒക്കെ ആയിരുന്നു. അതാ, ഒന്ന് വാ അമ്പിളി. അമ്പിളി ആലോചിച്ചു നിന്നു. ശരിയാണ്, അപ്പുവേട്ടന് ശ്വാസം കിട്ടണ്ടാവില്ല. അമ്പിളി പൂക്കൾ അവിടെ വെച്ചു മെല്ലെ കൽപ്പടവിലേക്ക് നടന്നു. അപ്പോൾ കഥ അവസാനിച്ചിരിക്കുന്നു. കഥയുടെ 4-ാം ഭാഗവുമായി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.